കഴിഞ്ഞ ഉടനെ ഉണ്ടാകുന്ന അസുഖങ്ങൾ പലപ്പോഴും ചികിത്സിക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ആ സമയത്തൊന്നല്ല, അവരുടെ ജീവിതകാലം ഉടനീളം ആ ബുദ്ധിമുട്ടുകൾ അവരെ അലട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതലുള്ളത് ശരിക്കും ഹോസ്പിറ്റലിൻ്റെ എണ്ണത്തിന് സമാനമായിട്ടുള്ളതാണ് പോസ്റ്റ്നേറ്റൽ സെൻ്ററുകൾ. പല സെൻ്ററുകളിലും ഡോക്ടറില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ കൊടുക്കുന്ന ഭക്ഷണ രീതികൾ ഒരു 90% നോൺ വെജിറ്റേറിയൻ ഫുഡുകളാണ്. ഡോക്ടർ ആക്ച്വലി ഒരുപാട് പോസ്റ്റ്നേറ്റൽ കേസ് കാണാറുണ്ട്, അതിനെ ഡീൽ ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ തുടക്ക കാലഘട്ടത്തിൽ ഈ നോൺ വെജ് ഫുഡ് അധികമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ശരിക്കും നല്ലതാണോ ദോഷമാണോ, അതുപോലെ തന്നെ ഈ ഡോക്ടർ ഇല്ലാണ്ട് എങ്ങനെയാണ് പോസ്റ്റ്നേറ്റൽ സെൻറ്റേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു കാര്യം പറയും. ഡോക്ടർമാരില്ലാതെ അതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അശാസ്ത്രീയമായിട്ടാവാം എന്ന് പറയേണ്ടി വരും. കാരണം ഓരോ അവസ്ഥയ്ക്കും അനുസരിച്ച്, അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രസവം കഴിഞ്ഞാൽ ഒരേ അവസ്ഥയായിരിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഓരോ അമ്മയുടെയും പ്രസവം എങ്ങനെയാണെന്നും അവരുടെ പ്രസവശേഷമുള്ള അവരുടെയും അവരുടെ കുഞ്ഞിൻ്റെയും അവസ്ഥ നോക്കിക്കൊണ്ടാണ് ചികിത്സ നിശ്ചയിക്കാറുള്ളത്. അതിലിപ്പോൾ ഭക്ഷണത്തിൽ പ്രത്യേകിച്ചും ആയുർവേദത്തിൽ പറയുന്നത് തന്നെ ഒരു 2 ആഴ്ച വരെ ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് വായുവിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള ആഹാരം, അല്ലെങ്കിൽ അവിടെ ഒരു ഇറിറ്റേഷൻ വരാത്ത തരത്തിലുള്ള ആഹാരം വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ അവരുടെ ദഹനശക്തി മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള മരുന്നുകളോടൊപ്പം ഉള്ള ആഹാരം തന്നെ മരുന്നുകൾ കൊണ്ടുകൂടി പ്രോസസ്സ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ആഹാരങ്ങൾ കൊടുക്കാനാണ് പറയുന്നത്. നോർമൽ ഡെലിവറിയിൽ പോലും ഒരു 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ ആരോഗ്യമുള്ള ഒരു അമ്മയ്ക്ക് നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ അവരുടെ വേദനകളാണെങ്കിലോ, അല്ലെങ്കിൽ ദേഹത്തുണ്ടാവുന്ന നീരാണെങ്കിലോ, പ്രമേഹം പോലത്തെ അവസ്ഥകളോ, അല്ലെങ്കിൽ ഗർഭകാലത്ത് ഉണ്ടായിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ പോലത്തെ അവസ്ഥകളോ, കുഞ്ഞിനുണ്ടായിട്ടുള്ള അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും അമ്മയുടെ ആഹാരത്തിൽ നല്ല പഥ്യം നോക്കുക തന്നെ വേണം. ഈ ഹെവി ആയിട്ടുള്ള ആഹാര രീതികൾ പലപ്പോഴും ഭാവിയിൽ അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നത് തന്നെ പ്രസവം കഴിഞ്ഞിട്ടുള്ള അമ്മയെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നാണ്. കാരണം പ്രസവം കഴിഞ്ഞിട്ടൊരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ, അതുകൊണ്ട് തന്നെ എളുപ്പം ദഹിക്കാവുന്ന ആഹാരമാണ് തുടക്കത്തിൽ എപ്പോഴും അഭികാമ്യം.